6 മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങളെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറ്റി വിട്ടില്ല. ഇനി രാവിലെ 6 മണിക്കാണ് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുള്ളൂ. ഇത് വാൾപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് സീൽ ചെയ്ത് തന്നതാണ്. എന്നാൽ പിന്നെ ഒരു റൂം എടുത്ത് കിടന്നുറങ്ങി രാവിലെ പോവാന്ന് വിചാരിച്ചു. രാവിലെ 7:30 ആയപ്പോഴേക്കും ഞങ്ങൾ യാത്ര തുടങ്ങി. ചായ കുടിച്ചിട്ടാവും ഇനി അങ്ങോട്ടുള്ള യാത്ര. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിന്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്ന ഒരു കടയിൽ നിന്നാണ് ചായ കുടിച്ചത്. ഇതുവഴി പോകുന്നവർ എന്തായാലും ഈ ഒരു പരിപ്പാട് ഒന്ന് കഴിച്ചു നോക്കണം, അടിപൊളിയാണ്. രാത്രി ആയാലും ആനയുടെ ശല്യം കാരണമാണ് ഇതേപോലെ കടകളിൽ ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. എവിടെ പുളിമിഠായി കണ്ടാലും ഞാൻ അത് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പൊ ഈ കടയിലെ പരിപ്പട മറക്കണ്ട. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന് വെഹിക്കിൾ രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഇവിടെ നിന്നുള്ള യാത്ര തിരിക്കാൻ. ആ നേരം കൊണ്ട് അവിടെ തന്നെയുള്ള ഒരു എക്കോ ഷോപ്പിൽ നിന്ന് അല്ലറ ചില്ലറ സാധനങ്ങൾ ഞാൻ പെറുക്കി. തമിഴ്നാട് ചെക്ക് പോസ്റ്റിലെ വാഷ്റൂം നിങ്ങൾ കണ്ടായിരുന്നല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലെ ആൾക്കാർ നല്ല വൃത്തിയിലാണ് ഈ ടോയ്ലറ്റ് കൊണ്ടു നടക്കുന്നത്. അങ്ങനെ അവിടെ നിന്നുള്ള യാത്ര തുടങ്ങി. മലക്കപ്പാറയിൽ നിന്ന് അതിരമ്പള്ളിയിലേക്കുള്ള വഴി അതൊരു പ്രത്യേക ഭംഗി. അത് നിങ്ങൾ ഒരു മഴക്കാലത്താണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതൊരു വേറെ തന്നെ ഫീലും ആണ്. ഞങ്ങൾ ഈ റൂട്ട് ഇറങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഈ റോഡ് ക്ലോസ് ചെയ്തു. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ മരമൊക്കെ റോഡ് സൈഡിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. കഥ പറഞ്ഞിരുന്ന നേരം പോയതറിഞ്ഞില്ല. അങ്ങനെ അതിരമ്പള്ളി ചെക്ക് പോസ്റ്റ് ഇനി നേരെ ഏഴാറ്റുമുഖം വഴി കൊച്ചി. അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്ത് വെച്ചോ. നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരയ്ക്കും. അസ്സലാമ.